തിരികെ വാർത്തയിലേക്ക് വരുമ്പോൾ സംസ്ഥാനത്തെ +1 സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കി. സംഘടനകളുടെ യോഗത്തിൽ ഉണ്ടാകുന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട് മാത്രമേ അതിൽ ഒരു കൃത്യമായ ധാരണയിലേക്ക് എത്താൻ കഴിയൂ. പക്ഷേ +1 സീറ്റുകൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ പ്രായോഗികമായി നിലനിൽക്കുന്ന ബുദ്ധിമുട്ടുകൾ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികളെ അറിയിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അപ്പോഴും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി തുടരുന്നത് ഈ തുടർച്ചയായ വിദ്യാഭ്യാസ മന്ത്രിയെ കരിങ്കൊടി കാണിക്കാനും അദ്ദേഹത്തെ ഉപരോധിക്കാനുമായി KS ഉൾപ്പെടെയുള്ള സംഘടനകൾ തിരുവനന്തപുരത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇന്ന് രാവിലെ 11 മണിക്ക് നിയമസഭയിലേക്ക് യൂത്ത് ലീഗും സമാനമായ വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയിലാണ് ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് സെക്രട്ടേറിയറ്റ് അനക്സിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധികളുമായി യോഗം ചേരുന്നത്. എന്തായാലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിക്കൊണ്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾക്കായിരിക്കും വിദ്യാഭ്യാസ വകുപ്പ് നേതൃത്വം നൽകുകയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഓക്കെ ഡാൻ, ഒരു കാര്യം കൂടി പ്രധാനമായി ഇന്ന് KSU സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് ഏതു തരത്തിലാണ് പുരോഗമിക്കുന്നത്? എല്ലാ സ്കൂളുകളും പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ടോ KSU? സ്വാഭാവികമായി സംസ്ഥാന വ്യാപകമായ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ KSU ഈ വിഷയത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. അത് സജീവമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ന് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രതിഷേധം തെരുവിലേക്ക് വ്യാപിപ്പിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരത്ത് ആയിരിക്കും. മണക്കാട് ഉൾപ്പെടെയുള്ള സ്കൂളുകളിൽ എത്തി ഈ പഠിപ്പ് മുടക്കിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി പുറത്തേക്ക് ഇറക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തും. അത് ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം സ്കൂൾ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധമായിരിക്കും ഇന്ന് KSUവിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ വിഷയത്തിൽ ഉണ്ടാകുക. അതുമാത്രമല്ല, ഇന്ന് യൂത്ത് ലീഗ് നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്നുണ്ടല്ലേ? ആ മാർച്ച് എപ്പോഴത്തേക്കാണ് ഡാൻ? അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. 11 മണി കഴിയുമ്പോൾ ആണ് മാർച്ച് നടത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായി അത് 12 മണി ആകുമായിരിക്കും തുടങ്ങാൻ. എന്തായാലും നിയമസഭാ കവാടത്തിൽ ഇന്നലെയും KSUവിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം അരങ്ങേറിയിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് വലിയ സുരക്ഷയാണ് നിയമസഭാ കവാടത്തിന് മുമ്പിൽ ഒരുക്കിയിരിക്കുന്നത്. അവിടെയും ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിന് മുൻവശത്ത് ബാരിക്കേഡ് തീർത്തുകൊണ്ടായിരിക്കും പോലീസ് ഈ പ്രതിഷേധക്കാരെ തടയുക. പക്ഷേ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പ്രകോപനം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് സുരക്ഷ വർദ്ധിപ്പിക്കാനാണ് സിറ്റി പോലീസിന്റെ തീരുമാനം. ശരി, നന്ദി. ഡാൻ കുര്യനാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്.